എൻ്റെ കയ്യിൽ 2 പാസ്പോർട്ടുണ്ട്. ഈ 2 പാസ്പോർട്ടും തമ്മിൽ കാഴ്ചയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ പാസ്പോർട്ടിൽ 2 പഞ്ച് മാർക്ക് അധികമുണ്ട്. അതല്ല ഇതിലെ വ്യത്യാസം. ഈ പാസ്പോർട്ടിലേക്ക് നോക്കൂ, ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ കാണാം. ഈ പാസ്പോർട്ടിൽ അതില്ല. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഈ പാസ്പോർട്ടാണ്, അതായത് ഇലക്ട്രോണിക് പാസ്പോർട്ട് എന്ന് നമുക്ക് പറയാം. RFID സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പാസ്പോർട്ട് ഹോൾഡറിൻ്റെ ഫോട്ടോ, ബയോമെട്രിക്, മറ്റു ചിത്രങ്ങൾ, അതുപോലെ തന്നെ യാത്രാ വിവരങ്ങൾ, ജനനത്തീയതി, എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും ഇതിൽ ഇലക്ട്രോണിക്കലി സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഇലക്ട്രോണിക്കലി തന്നെ റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഇന്ത്യയിൽ വരുന്നത് 2024 ഏപ്രിലാണ്. എന്നാൽ ഇത് തുടക്കത്തിൽ ഇത് പല പ്രധാന നഗരങ്ങളിൽ മാത്രം, ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, അമൃത്സർ ഇങ്ങനെയുള്ള പ്രധാന നഗരങ്ങളിൽ മാത്രമായിരുന്നു ഈ പാസ്പോർട്ട് അവൈലബിൾ ആയിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലടക്കം എല്ലായിടത്തും ഈ പാസ്പോർട്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. ഈ പാസ്പോർട്ട് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വന്ന പാസ്പോർട്ടാണ്. ഇത് ഞാൻ കൈപ്പറ്റുന്നത് 2025 ജൂൺ മാസത്തിലാണ് എനിക്ക് ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേക ആപ്ലിക്കേഷനൊന്നുമില്ല. നമ്മൾ സാധാരണ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുതിയ രീതിയിലുള്ള ചിപ്പ് പാസ്വേഡാണ്. അതായത് ഒരു ജൂൺ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പാസ്പോർട്ടിലൊക്കെ ഈ ചിപ്പുള്ള പാസ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചട്ട കുറച്ചും കൂടി കട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ പാസ്പോർട്ട് ഇതിൻ്റെ ശേഷം വന്ന പാസ്പോർട്ടുകൾ ഇടയ്ക്ക് ഒന്ന് വളരെ തിന്നായിട്ടുള്ള ചട്ട കവറായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പാസ്പോർട്ട് ആയതിനു ശേഷം നല്ല കട്ടിയുള്ള നല്ല പാസ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എമിഗ്രേഷൻ പോയിന്റുകളിലൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിട്ട് പോവാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ക്യൂ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ വിവരങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി സേവ് ആയതുകൊണ്ട് തന്നെ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇതിൽ സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ചോർച്ച, ഇത് നഷ്ടപ്പെട്ടു പോവുക, ഡാറ്റ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ള ടെൻഷനും പേടിയൊന്നുമില്ല. അപ്പോൾ ഇതൊരു നല്ല ഒരു തീരുമാനം തന്നെയാണ്. കുറേയൊക്കെ മുന്നേ വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.